ശ്രീ ഇക്ബാൽ വാവോട് ജെയ്സി തോമസ് കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യം, ലീഗിന് മുന്നിൽ കോൺഗ്രസ് ഒരു വലിയ വിഴുപ്പായി നിൽക്കുന്നുണ്ട്, ഒരു വലിയ ഭാണ്ഡമായി നിൽക്കുന്നുണ്ട്. ഇതിന് തൊട്ടു മുൻപ് കേട്ടത് ഈ പറയുന്ന പലസ്തീൻ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ് ആണ് ലീഗിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് എന്ന്. ശ്രീ ഇക്ബാൽ വാവോട് അങ്ങേക്ക് തന്നെ അഭിപ്രായമുണ്ട്. കോൺഗ്രസിന് പ്രതിനിധാനം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ രാജ്യത്ത് പാർലമെന്റിൽ BJPക്കെതിരെ ഉന്നയിക്കാൻ ലീഗിന് ചെറുപ്പക്കാരുടെ ആവശ്യമുണ്ട്, പുതിയ നേതാക്കളുടെ ആവശ്യമുണ്ട്, സീറ്റ് ആവശ്യമുണ്ട് എന്ന്. ഇതൊരു സീറ്റിന്റെ പ്രശ്നമല്ല. ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന, പലപ്പോഴും ലീഗിന് ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന, ലീഗ് ഒറ്റപ്പെട്ടു പോകുന്ന വിഷയങ്ങൾ, അത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. ഈ സീറ്റ് ആവശ്യത്തിന് പിന്നിലുള്ള 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 എന്നുള്ളതല്ല എന്നുള്ളതാണ് ശ്രീ ജെയ്സി തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങേക്കും ആ അഭിപ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതായത് ഈ പറയുന്ന സമവായം ഉണ്ടാവുകയാണ് എങ്കിൽ, ഈ പറയുന്ന വിട്ടുവീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ, അത് സീറ്റെണ്ണത്തിൽ മാത്രമല്ല, നിങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളോടുള്ള വിട്ടുവീഴ്ച കൂടിയായിരിക്കും. തീർച്ചയായും ഈ ഒരു വികാരമാണ് നമ്മൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അഥവാ 1981 മുതൽ UDF മുന്നണിയുടെ ഭാഗമായി ഏറ്റവും വിശ്വസ്ത സഖ്യകക്ഷിയായി മുസ്ലിം ലീഗ് നിലകൊള്ളുന്നു. പക്ഷേ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നയപരമായി, തത്വപരമായി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം അത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ പാർലമെൻറ്റിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കോൺഗ്രസ് പല വിഷയങ്ങളിലും പ്രതികരിക്കുന്നില്ല, മുസ്ലിം ലീഗ് പ്രത്യേകമായി പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകമായിട്ട് MP ആവശ്യമാണ് മുസ്ലിം ലീഗിന്. അപ്പോൾ ഈ കോൺഗ്രസും മുസ്ലിം ലീഗിനും തമ്മിലുള്ള നയപരമായ ഒരു വ്യത്യാസം, അഥവാ UDF മുന്നണിയുടെ ഭാഗമായി വർഷങ്ങളോളം നിന്നതിൻ്റെ ഭാഗമായി ഈ വ്യത്യാസം നഷ്ടപ്പെട്ടു പോയോ എന്നൊരു സംശയമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അഥവാ ഈ വ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും ലോക്സഭാ സീറ്റ് എന്ന ആവശ്യം രാജ്യസഭാ സീറ്റാക്കി മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ MP കൂടുതൽ കൊടുക്കുക എന്നാക്കി മാറ്റാൻ പാടില്ല. അതുപോലെ മുസ്ലിം ലീഗ് നേതൃത്വവും ഈ ആവശ്യത്തെ ലോക്സഭാ സീറ്റുകൾ വേണമെന്ന ആവശ്യം ലോക്സഭാ സീറ്റുകളായി തന്നെ കിട്ടണം. കാരണം ഇത് നയപരമായ വ്യത്യാസവും അതിലൂടെ ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ള ഒരു ഇടപെടലും കൂടിയാണ്. രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്നില്ല, അപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു അവസരമില്ല. അതേസമയം ഇന്ന് മുസ്ലിം ലീഗ് പാർട്ടി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്നത്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയങ്ങൾ എന്താണ്, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ BJP വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയാൻ കഴിയണം. ഇപ്പോൾ UDFൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ മലപ്പുറത്ത് പൊന്നാനിയിൽ മാത്രം മത്സരിക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ ശക്തി ശരിക്കും തെളിയിക്കാൻ കഴിയുന്നില്ല, ലീഗിൻ്റെ നയങ്ങൾ പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വടകര, കോഴിക്കോട് പോലെയുള്ള ലീഗിന് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധിച്ചാൽ, അതല്ലെങ്കിൽ വയനാട് പോലെയുള്ള UDFൻ്റെ ഉറച്ച ഒരു ലീഗ് UDF ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വയനാട് പോലെയുള്ള മണ്ഡലത്തിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മുസ്ലിം ലീഗിന് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇടപെടാനും പാർലമെൻറ്റിൽ തങ്ങളുടെ MP പ്രാതിനിധ്യം അറിയിക്കാനും കഴിയും. ശ്രീ ജ്യോതികുമാർ ചമക്കാല നേരത്തെ സൂചിപ്പിച്ചു, UDFനകത്ത് ജനാധിപത്യപരമായ ചർച്ചയാണ് നടക്കുന്നത്, ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള തീരുമാനങ്ങളാണ് പുറത്തു വരുന്നത് എന്നാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുകയും ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും അതിൽ മുസ്ലിം ലീഗ് എന്നും ഇരയാവുന്നത് എങ്ങനെയാണെന്നാണ്. കാരണം RSPയുടെ കാര്യം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു, കേരള കോൺഗ്രസിൻ്റെ കാര്യം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷെ അവിടെയൊന്നും വിരുദ്ധമായ ഒരു അഭിപ്രായം ഉയർന്നു വരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി അതിൽ പ്രതികരിക്കുന്നില്ല. ഒരു നിയമസഭാ സീറ്റ് പോലും ഇല്ലാത്ത RSPക്ക് കൊല്ലം സീറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇവിടെ ചർച്ച വരുന്നില്ല. അതേസമയം എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകമായി സ്വാധീനമുള്ള K സുധാകരനും മുരളീധരനും ഒക്കെ ലീഗിന് സ്വാധീനമുണ്ടെന്ന് പറയുകയും അതുപോലെ അവരുടെ വിജയത്തിൽ ലീഗാണ് മുഖ്യ പങ്ക് വഹിച്ചത് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയുകയും ചെയ്തിട്ടും ഇത്തരമൊരു ചർച്ച വരുമ്പോൾ എന്തുകൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങൾ പുറത്തു വരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് സീറ്റെണ്ണത്തിന്റെ പ്രശ്നമല്ല എന്ന കാര്യം അങ്ങും അംഗീകരിക്കുന്നു. പക്ഷേ ശ്രീ ഇക്ബാൽ വാവോട്, കോൺഗ്രസിനൊപ്പമുള്ള ഒരു മുന്നണിക്കപ്പുറത്ത് CPM-ൽ നിന്നുണ്ടാകുന്ന ക്ഷണമെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ, ഇന്നലെ ശ്രീ P രാജീവ് ഒക്കെ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ അപമാനിക്കപ്പെട്ട് അവിടെ നിൽക്കുന്നത് എന്ന്. അവിടെ നിന്നില്ലെങ്കിൽ ഇവിടെ ഇടമുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നില്ല. ലീഗിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയുടെ ഭാഗമായി, അണികളിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയുടെ ഭാഗമായി, കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി അപ്പുറത്തേക്കൊന്ന് മാറ്റിക്കുത്താൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ പ്രഭാവ കേന്ദ്രമായ മണ്ഡലങ്ങൾക്കപ്പുറത്ത് പലയിടങ്ങളിലും നിങ്ങൾക്ക് കേഡർ വോട്ടുകൾ ഉണ്ടല്ലോ,
അവിടങ്ങളിൽ മാറ്റിക്കുത്താൻ തയ്യാറാവുകയാണെങ്കിൽ, അത് സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് തുണയാവുകയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറത്ത് CPM-ന് നിങ്ങളോട് അകമഴിഞ്ഞ സ്നേഹം, പ്രണയമൊക്കെ ഉണ്ട് എന്ന് ലീഗ് വിചാരിക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ LDF-ലേക്ക് പോകാനോ അല്ലെങ്കിൽ LDF-നെ സഹായിക്കുന്ന തരത്തിലൊരു നിലപാടെടുക്കാനോ മുസ്ലിം ലീഗിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം UDF-മായി അഭേദ്യമായ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ UDF-ന് അകത്തു നിന്നുള്ളൊരു നീതിയാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അതിനുള്ള ചർച്ചയാണ് ഇവിടെ ആവശ്യം. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. LDF സ്വാഭാവികമായും CPM അതിനെ മുതലെടുക്കും. ലീഗിൻ്റെ വോട്ടുകൾ പരമാവധി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ അത്തരം ശ്രമങ്ങൾ അടിത്തട്ടിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം CPM-ഉം ലീഗും തമ്മിലുള്ള ബന്ധം കാരണം അടിത്തട്ടിൽ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ സാധാരണക്കാരായ ആളുകൾ CPM-ന് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഉള്ള ഒരു വികാരത്തിൻ്റെ ഭാഗമായി CPM-ൻ്റെ കൂടെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ CPM-ന് ഇതിൽ രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും 2004-ലും 2006-ലും കേരളത്തിൽ സംഭവിച്ചത് നമ്മൾ മറക്കാൻ പാടില്ല. 2006 അങ്ങനെയല്ല ശ്രീ ഇക്ബാൽ ബാബോട്. അതായത് ഇപ്പോൾ ശ്രീ ജെക്സി തോമസ് തന്നെ പറഞ്ഞു, പല കാര്യങ്ങളിൽ ഈ പറയുന്ന അയോധ്യ വിഷയത്തിലാണെങ്കിൽ അങ്ങനെ, പലസ്തീൻ വിഷയത്തിലാണെങ്കിൽ അങ്ങനെ ഒക്കെ CPM-ന്റെ ക്ഷണം സ്വീകരിക്കണം എന്ന അഭിപ്രായമുള്ള പല കൂട്ടങ്ങൾ ലീഗിനുള്ളിലുണ്ടായിരുന്നു. ആ വോട്ടുകൾക്ക് വേണമെങ്കിൽ CPM-നോട് ചായ്വ് കാണിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാണക്കാട് നിന്ന് ആ തീരുമാനം വരണം എന്ന് കാത്തിരിക്കേണ്ടി വരുന്നത്. 27-ലേക്ക്, ഈ ചർച്ചയ്ക്ക് ശേഷം 27-ലേക്ക് ആ തീരുമാനം പറയാനുള്ള കാലതാമസം എടുക്കേണ്ടി വരുന്നത്. അതെ, നയപരമായി മുസ്ലിം ലീഗും കോൺഗ്രസും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില വിഷയങ്ങളിലൊക്കെ CPM-ന്റെ നിലപാടുമായി താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥ ലീഗിനുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു രാഷ്ട്രീയപരമായ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ മുന്നണി ബന്ധത്തിലേക്കോ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വഞ്ചനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അഥവാ ലോക്സഭാ സീറ്റ് ചോദിക്കുമ്പോൾ രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വഞ്ചന ഇതിനകത്തുണ്ട്. ഈ വഞ്ചനക്കെതിരെ ലീഗിനകത്ത് അത്തരം ഒരു വികാരം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മലബാറിലെ മണ്ഡലങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. പക്ഷേ 27-ാം തീയതിയുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം വന്നാൽ മാത്രമേ ഇതിന്റെ പ്രതിഫലനം എങ്ങനെയാവും, അതുപോലെ ഈ തീരുമാനം ലീഗ് കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ.